let us discuss the experimental determination of this coefficient. Experimental determination of hydraulic coefficient. Coefficients ആണ് എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോയിഫിഷ്യൻറ്റ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം സി ഡി എങ്ങനെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത്, അതായത് ലാബിൽ നമ്മൾക്ക് ഈ സി ഡിയും സി വിയും സി സിയും ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ലാബിൽ കണ്ടുപിടിക്കും, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളൊരു ടാങ്ക് ഉണ്ട്, അതിലൊരു ഒറിഫൈസ് ഉണ്ട്. അപ്പോൾ ഈ ഒറിഫൈസിൻ്റെ സി ഡി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, ഇതിലൂടെയുള്ള ഫ്ലോ നമ്മൾ ഒരു ടാങ്കിൽ ഒരു കണ്ടെയ്നറിൽ കളക്ട് ചെയ്യും. എന്നിട്ട് എത്ര ടൈം കൊണ്ടാണ് അത് കളക്ട് ചെയ്യുന്നതും കൂടെ കണ്ടുപിടിച്ച് വെക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ് എന്തായിരിക്കും? ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഷറിംഗ് ടാങ്ക്, നമ്മൾ ഒരു മെഷറിംഗ് ടാങ്കിലാണ് കേട്ടോ ഇതിൽ നിന്ന് വരുന്ന ലിക്വിഡ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ മെഷറിംഗ് ടാങ്കിൻ്റെ ഏരിയ ഇൻറ്റു വോളിയം, ഏരിയ ഇൻറ്റു ഹൈറ്റ്, അതായത് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ വോളിയം ബൈ ടൈം ആണ് അല്ലേ, വോളിയം ബൈ ടൈം ആണ്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാങ്കിൻ്റെ വോളിയം ഈസ് ഏരിയ ഓഫ് ദാറ്റ് ടാങ്ക് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദാറ്റ് ടാങ്ക് ആണ്. അത് കളക്ട് ചെയ്ത ടൈം എത്ര ടൈമിനുള്ളിലാണ് ഇവിടെ നമ്മൾ കളക്ട് ചെയ്തത്? ടി ടൈമിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് ഇസ് ഏരിയ ഓഫ് ദിസ് ടാങ്ക് ഇൻറ്റു ഹൈറ്റ് ബൈ ടി. ഏരിയ ഓഫ് ടാങ്ക് ഇൻറ്റു ഹൈറ്റ് ബൈ ടി ആണ്. ഒന്നുകൂടെ പറയാം, നമ്മളൊരു ടാങ്ക് ഉണ്ട്, അതിനൊരു ഒറിഫൈസ് ഉണ്ട്. ആ ഒറിഫൈസിൻ്റെ സി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ ഒറിഫൈസിലൂടെ പുറത്തേക്ക് വരുന്ന ലിക്വിഡ് ഒരു മെഷറിംഗ് ടാങ്ക് വെച്ചിട്ട് കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്യാനെടുത്ത ടൈമും കൂടി നോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ഫ്ലൂയിഡ് കളക്റ്റഡ് ഡിവൈഡ് ബൈ ടൈം ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദിസ് മെഷറിംഗ് ടാങ്ക് ഇൻറ്റു ഹൈറ്റ് ഓഫ് മെഷറിംഗ് ടാങ്ക് ആണ്, ഡിവൈഡ് ബൈ ടൈം. അതാണ് ആക്ച്വൽ ഡിസ്ചാർജ് വരിക. ആൻഡ് തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്താണ്? തിയററ്റിക്കലി ഈ ഒറിഫൈസിന്ന് വരേണ്ടത് ഈ ഒറിഫൈസിൻ്റെ ഏരിയ ഇൻറ്റു √2GH. ഇതാണ് ഈ ഒറിഫൈസിലുള്ള ആക്ച്വലി വരേണ്ട ഫ്ലോ A ഇൻറ്റു √2GH ആണ്. തിയററ്റിക്കലി ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിങ്ങിലൂടെ തിയററ്റിക്കലി വരേണ്ട ഫ്ലോ ആ ഓപ്പണിങ്ങിൻ്റെ ഏരിയ ഇൻറ്റു വെലോസിറ്റി ത്രൂ ദിസ് ഓപ്പണിംഗ് ആണ്. വെലോസിറ്റി ഈസ് √2GH ആൻഡ് ഏരിയ ഈസ് A. അങ്ങനെയാണെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ചാർജസ് A ഇൻറ്റു √2GH. സോ സി ഡി ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജിനെ നമുക്ക് Q എന്ന് വിളിക്കാം അവിടെ വെറുതെ. ആക്ച്വൽ ഡിസ്ചാർജ് Q ആണെങ്കിൽ Q ബൈ A ഇൻറ്റു √2GH ആയിരിക്കും നമ്മുടെ സി ഡിയുടെ വാല്യൂ. ഓക്കെ, നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ എക്സ്പെരിമെൻ്റലി ആക്ച്വലി എത്ര ഡിസ്ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. തിയററ്റിക്കലിയുള്ള ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്നിട്ട് ആ ആക്ച്വലി കിട്ടിയ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ തിയററ്റിക്കലി കാൽക്കുലേറ്റഡ് ഡിസ്ചാർജിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ സി ഡി കാണാം. ഇനി നമുക്ക് സി വി കാണണം. സി വി കാണണമെങ്കിൽ ഒരു ചെറിയ പ്രൊസീജിയർ ഉണ്ട്. സി വി ഉണ്ട്, അതായത് നമ്മൾ ഒരു ടാങ്കാണിത്, ആ ടാങ്കിൻ്റെ ഒറിഫൈസ് ആണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പണിങ്, ഇതിൽ വാട്ടർ ആണെന്ന് എങ്ങാണ്ട് വിചാരിച്ചു നിങ്ങൾ. അപ്പോൾ ഈ ഒറിഫൈസിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ടാങ്കിൻ്റെ ഫ്ലൂയിഡ് ലെവലിലേക്കുള്ള ഹൈറ്റ് H ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടാകുമ്പോൾ ഈ ഓപ്പണിങ്ങിലൂടെ വാട്ടർ പുറത്തേക്ക് പോകും. ഇവിടെ ഒരു വീന കോൺട്രാക്റ്റ് ഉണ്ടാകും. വീന കോൺട്രാക്റ്റിലുള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുക. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഒരു വാട്ടർ മോളിക്യൂൾ ആണെങ്കിൽ അതിങ്ങനെ ട്രാവൽ ചെയ്ത് ഈ ഒരു ഫ്ലൂയിഡ് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മളൊരു മെഷറിംഗ് ജാറിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് വീന കോൺട്രാക്റ്റിലുള്ള ഒരു ഫ്ലൂയിഡ് എലിമെൻറ്റ് കൺസിഡർ ചെയ്യുക, ഒരു വാട്ടർ മോളിക്യൂളാണെന്ന് വിചാരിക്കാം. ആ വാട്ടർ മോളിക്യൂൾ T ടൈം കൊണ്ട് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ഈ പോയിന്റ് നമ്മൾ P എന്ന് വിളിക്കാം. T ടൈം കൊണ്ട് ഈ ഫ്ലൂയിഡ് എലിമെൻറ്റ് ട്രാവൽ ചെയ്ത് വന്ന് നിന്ന പോയിന്റ് നമ്മൾ P എന്ന് വിളിക്കാം. അപ്പോൾ വീന കോൺട്രാക്റ്റ് എന്ന Pയിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് X ആണ്. വേർട്ടിക്കൽ ഡിസ്റ്റൻസ് വീന കോൺട്രാക്റ്റ് എന്ന ഈ Pയിലേക്കുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസ് Y ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ X എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡ് T ടൈം കൊണ്ട് ട്രാവൽ ചെയ്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അതിന് നമുക്ക് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ടൈം എന്ന് പറയാം. Y എന്ന് പറഞ്ഞാൽ T ടൈം കൊണ്ട് ഈ ഫ്ലൂയിഡ് ട്രാവൽ ചെയ്ത വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് വേർട്ടിക്കൽ
ഫോളിൻ്റെ ഇക്വേഷനൊക്കെ വെച്ച് y ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ, പണ്ട് നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചതാണ് ഈ ഇക്വേഷൻ, y ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ എന്ന് പറയാം. ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ വി എന്ന് എഴുതാം. അപ്പോൾ ആ ടിയുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുക, y ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. അപ്പോൾ ടി ഈസ് എക്സ് ബൈ വി, ദാറ്റ് ഈസ് എക്സ് ബൈ വി സ്ക്വയർ എന്ന് കൊടുക്കുക. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് വി ഈക്വൽ ടു എന്ത് കിട്ടും, y ഈസ് ഈക്വൽ ടു ഹാഫ് എക്സ് സ്ക്വയർ ബൈ വി സ്ക്വയർ എന്ന് കിട്ടും. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2y, ദെൻ വി ഈസ് ഈക്വൽ ടു എക്സ് ബൈ, സോറി ഇവിടെ ജി ഉണ്ട് അല്ലേ, ഹാഫ് ജി ഉണ്ട് കേട്ടോ, ജി എക്സ് സ്ക്വയർ ബൈ 2y എന്ന് കിട്ടും. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു, സോ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എക്സ് സ്ക്വയർ ബൈ, or v is equal to root of gx square by 2y എന്ന് കിട്ടും അല്ലേ. അപ്പോൾ വെലോസിറ്റി കിട്ടിയല്ലോ. ഇതാണ് ആക്ച്വലി അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി. തിയറിറ്റിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. തിയറിറ്റിക്കലി ഹെഡ് എച്ച് ആണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് 2gh ആണ്. സോ സി വി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉള്ള വെലോസിറ്റി ഡിവൈഡ് ബൈ തിയറിറ്റിക്കൽ വെലോസിറ്റി ആണ്. ആക്ച്വലി ഉള്ള വെലോസിറ്റി ഇസ് റൂട്ട് gx square by 2y, then theoretical velocity is root 2gh. That is equal to root of x square by 4yh ആണ്. അപ്പോൾ സി വിൻ്റെ വാല്യൂ കിട്ടി. വേണമെങ്കിൽ നമുക്ക് ഈ എക്സിൻ്റെ സ്ക്വയറൊക്കെ പോക്കി എക്സ് ബൈ റൂട്ട് ഓഫ് 4y h എന്ന് എഴുതാം, സി വിയുടെ ഇക്വേഷൻ. അപ്പോൾ സി വിയുടെ ഇക്വേഷനിൽ ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഓർക്കുക. ഒരു ടാങ്ക്, അതിലൊരു ഒറിഫൈസ് ഉണ്ട്, ആ ഒറിഫൈസിൽ നിന്ന് വാട്ടർ ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഒരു വീന കോൺട്രാക്റ്റ് ഉണ്ട്. വീന കോൺട്രാക്റ്റിലുള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. അത് ടി ടൈം കൊണ്ട് പി എന്ന പോയിന്റിലേക്ക് ട്രാവൽ ചെയ്തെത്തി. ആ പി എന്ന പോയിന്റ് വീന കോൺട്രാക്റ്റ് എന്ന് ഹൊറിസോണ്ടലി എക്സ് ഡിസ്റ്റൻസ് മുന്നിലാണ് ആൻഡ് വെർട്ടിക്കലി വൈ ഡിസ്റ്റൻസ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ എക്സിനെ നമുക്ക് വി ടി എന്ന് എഴുതാം. അതിൽ നിന്ന് ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ വി. വൈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, വെർട്ടിക്കലി ഫോളോ ചെയ്യുന്നൊരു എലിമെൻറ്റിൻ്റെ ഡിസ്റ്റൻസ് വൈന് നമുക്ക് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതാം. അതിൽ ടിക്ക് നമ്മൾ എക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് കൊടുക്കുക. ആ ഇക്വേഷൻ നമ്മൾ എഴുതി നമുക്കതിൽ നിന്ന് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എക്സ് സ്ക്വയർ ബൈ 2y എന്ന് കിട്ടും. ഇത് ആക്ച്വൽ വെലോസിറ്റി ആണ്. തിയറിറ്റിക്കൽ വെലോസിറ്റി റൂട്ട് 2gh ആണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എടുത്ത് നമുക്ക് സി വി കിട്ടും. ആൻഡ് ഇക്വേഷൻ ഇസ് എക്സ് ബൈ റൂട്ട് ഓഫ് 4yh. അപ്പോൾ സി ഡിയും സി വിയും നമുക്ക് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. സോ ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സി സി കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് സി ഡി ഇസ് ഈക്വൽ ടു സി വി ഇൻറ്റു സി സി. സോ സി സി ഇസ് ഈക്വൽ ടു സി ഡി ബൈ സി വി. ഇങ്ങനെയാണ് എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻ്റ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞ് നമുക്ക് പ്രോബ്ലം ചെയ്യാം ഇതിൽ. ഓക്കെ.